റിയാസി ഭീകരാക്രമണത്തിൽ 50 പേർ കസ്റ്റഡിയിൽ. ഭീകരർക്ക് സഹായം ചെയ്തു നൽകിയെന്ന സംശയിക്കുന്നവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ കശ്മീരിൽ സേനാ വിന്യാസം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. തിരിച്ചടിക്കാൻ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി മന്ത്രിമാരെയും സൈനിക മേധാവികളെയും അറിയിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, അജിത് ഡോവലിനെ വീണ്ടും നിയമിക്കുന്നുണ്ട്. ആ ഉത്തരവ് അല്പസമയം മുൻപാണ് വന്നത്. ഇപ്പോൾ ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെത്തിയിരിക്കുന്ന 50 പേർ ആരൊക്കെയാണ്? അവരുടെ പങ്ക് എന്താണിതിൽ? ആര്യ, പ്രദേശത്തിൽ നിന്ന് തന്നെയുള്ള 50 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് ഈ 50 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഈ റിയാസി ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത, ആക്രമണം നടത്തിയ ആ 3 ഭീകരർക്ക് സഹായം ചെയ്തു നൽകി എന്ന് സംശയിക്കപ്പെടുന്ന 50 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഈ തുടർച്ചയായി ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോദി ഡൽഹിയിൽ നടത്തിയ ഒരു ഉന്നതതല യോഗം, ആ യോഗത്തിന്റെ പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ 50 പേരെ കസ്റ്റഡി എടുത്തുകൊണ്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ സേന അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം, തിരിച്ചടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മോദി ഈ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റു മന്ത്രിമാർക്കും നൽകി. കശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായിട്ടും അതുപോലെ അമിത്ഷായുമായിട്ടും എല്ലാം തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. 4 ദിവസത്തിനിടെ 4 ഭീകരാക്രമണങ്ങൾ, അതിൽ 12 പേരുടെയാണ് ജീവൻ പൊലിഞ്ഞത്. അതിനോടൊപ്പം തന്നെ 7-ലധികം പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. വലിയ രീതിയിൽ സുരക്ഷാ വിന്യാസം ഈ പൂഞ്ച്, രജൌരി, റിയാസി, കത്വ, അതുപോലെ തന്നെ ദോദ മേഖലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും 2-ലധികം ഭീകരർ പലയിടത്തുമായി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമല്ല, നിരവധി ആളുകളുടെയും ഈ ഭീകരരുടെ എല്ലാം തന്നെ രേഖാചിത്രവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ എന്തായാലും വ്യാപിപ്പിക്കുന്നുണ്ട്.